ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച തേങ്ങ വറുത്തരച്ച സാമ്പാറാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കൂടുതലും നോർത്ത് കേരളയിലാണ് കൂടുതൽ പോപ്പുലറായിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇത് ഞാൻ കുറച്ചും കൂടി സ്പെഷ്യലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ദേ നമ്മുടെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ മെയിനായിട്ട് സാമ്പാറിലിടുന്നത് നമ്മൾ ഒരു ക്യാരറ്റ്, ഒരു സവാള, ഒരു പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, പിന്നെ ഇത് നമ്മുടെ വെള്ളരിക്ക, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, പിന്നെ നമുക്ക് ഒരു കോല്, അതായത് മുരിങ്ങാക്കോല്. ഇപ്പോൾ 2.5 കോലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. രണ്ട് വലുതും ഒരു ചെറുതും ഒരു പകുതിയാക്കി വരണം. പിന്നെ ഒരു 8-10 വെണ്ടയ്ക്ക, നിങ്ങളുടെ സൈസ് അനുസരിച്ച് എടുക്കാം. ഇത്ര എടുത്ത് വയ്ക്കാം. പിന്നെ ചെറിയുള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനം കടു വറുക്കുന്ന സമയത്ത് കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. സവാള കുറച്ച് തീരെ കനം കുറഞ്ഞല്ല, കുറച്ചൊരു കനത്തിൽ തന്നെ അരിയാം. ഉരുളക്കിഴങ്ങ്, പിന്നെ ഇത് നമ്മുടെ വെള്ളരിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡ്രം സ്റ്റിക്ക്, അതായത് മുരിങ്ങാക്കോല്, ക്യാരറ്റ്, പിന്നെ വെണ്ടയ്ക്കയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എങ്ങനെയാണ് വേവിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കഷ്ണങ്ങളെല്ലാം തന്നെ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം 2.5 കപ്പ് വെള്ളം ചേർത്ത് 2 മുതൽ 3 കപ്പ് വെള്ളം വരെ ചേർക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കഷ്ണങ്ങൾ വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കശ്മീരി മുളക് ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് കഷ്ണത്തിൽ പിടിക്കാനും വേകാനുമാണ്. നമ്മൾ സാമ്പാറിന് വേണ്ട മെയിനായിട്ടുള്ള മസാലകൾ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കിടന്ന് നന്നായിട്ട് വേകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് ഇടണമല്ലോ. അപ്പോൾ പരിപ്പ് എത്ര എടുക്കണം, വേവിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്കിതിനെ വേവിക്കാം. നമുക്ക് ആദ്യം ഒരു 1/2 കപ്പ് സാമ്പാർ പരിപ്പ്, അഥവാ തൂർദാൽ എന്നൊക്കെ പറയുന്ന സാമ്പാർ പരിപ്പ് നമുക്ക് അത് വേവിക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അത് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ പരിപ്പ് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് കുക്കറിലേക്ക് വയ്ക്കുവാണ്. ഈ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഇതേ നമ്മുടെ അടുപ്പിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതും ഫ്ലെയിം ഒന്ന് കുറച്ചിടാം കേട്ടോ. ഇനി നമുക്ക് പരിപ്പും അടച്ചു വെച്ച് കുക്കറിൽ വേവിക്കും. കഷ്ണങ്ങളൊക്കെ ലോ ഫ്ലെയിമിലിട്ട് തിളച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ കഷ്ണങ്ങൾ ഇട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, വെണ്ടയ്ക്ക നമ്മൾ ഇട്ടിട്ടില്ല. വെണ്ടയ്ക്കയ്ക്ക് വേവ് കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് അത് എല്ലാ കഷ്ണങ്ങളും ഒന്ന് 3/4 വേവൊക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് വെണ്ടയ്ക്ക ഇട്ടാൽ അതൊന്ന് വാടിക്കിട്ടും പെട്ടെന്ന്. പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ ഇടണം. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഒരു തക്കാളിയും കൂടെ നമുക്ക് ആ സമയത്ത് കഴുകിയിടാം. ഇനി നമുക്കിതെല്ലാം അടച്ചു വെച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയുള്ള തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങ തിരികെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരു 1/4 വേഗമായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞ് വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കുവാണ്. വെണ്ടയ്ക്കയും ഒരു തക്കാളി അരിഞ്ഞെടുത്തതും കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഇപ്പോൾ തന്നെ നമ്മുടെ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ പരിപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് ഒന്ന് വെന്തോളൂ. ഇപ്പം ഞാൻ വേവിച്ചെടുത്തിരിക്കുന്ന പരിപ്പ് അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല വെന്തായിട്ട് വന്നിട്ടുണ്ട് പരിപ്പ്. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇതെല്ലാം കൂടെ കിടന്ന് കുറച്ച് നേരം വേകണം. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് അതൊരു വെണ്ടയ്ക്ക് ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണമല്ലോ. അപ്പോൾ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വേഗട്ടെ. ഇങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടെ കിടന്നിട്ടൊന്ന് വേഗട്ടെ കുറച്ച് നേരം.
കണ്ടോ, ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. തൈയൊക്കെ മാറ്റി ഒന്ന് അടച്ച് വെച്ച്. അപ്പോൾ അതേ നമ്മുടെ തേങ്ങ വറുക്കാനായിട്ട് നമ്മൾ അടുപ്പത്തേക്ക് പാൻ വെച്ച് 1 ടീസ്പൂൺ എണ്ണ ആയിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ഇടാൻ പോകുന്നത് ഇപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന 1.25 കപ്പ് തേങ്ങയും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉള്ളിയാണ് നമ്മൾ അതിലേക്ക് ആക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതേ നമുക്കിനി അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞതാണ്, നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ചെറിയുള്ളിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇപ്പോൾ നമ്മൾ 1.25 കപ്പാണ് എടുത്തത്. 1 കപ്പ് മതി എന്നുള്ളവർക്ക് 1 കപ്പ് എടുത്താലും മതി. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ഒരു ക്വാണ്ടിറ്റി അതനുസരിച്ച് കൂടും. തേങ്ങ കൂടുതലിട്ട് കഴിഞ്ഞാൽ കൊഴുപ്പും ക്വാണ്ടിറ്റിയും കുറച്ചും കൂടെ കൂടും. അപ്പോൾ അതേ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കാം. ഒന്ന് നമ്മളിപ്പോൾ തീയലിനൊക്കെ വറുക്കുമ്പോൾ ഒന്ന് ആ ഒരു അത് അത്ര തന്നെ ആയാൽ മതി. ഒരു ലൈറ്റ് ടു ഡാർക്ക് ബ്രൗൺ, അതായത് വല്ലാതെ കരിഞ്ഞു പോണ്ട. തീയലിൻ്റെ അത്ര ഒരു ഡാർക്ക് കളറും ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആവണ്ട, അതിൻ്റെ ഇടയിലത്തെ ഒരു ബ്രൗണിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി അത് കുറച്ചും കൂടെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതേ ചെറുതായിട്ടൊരു ചുമന്ന കളർ വന്ന് കിടക്കുന്നുണ്ട്, ആയിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ തീയലിനുള്ളത് ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള അതേ നമ്മളുടെ സാമ്പാറിനുള്ള തേങ്ങ വറുത്തത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇപ്പം നമുക്ക് ചേർക്കണം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ മസാലകൾ ചേർത്തിട്ടുണ്ട്. അതായത് ഇതിൽ ചേർത്തിരിക്കുന്ന മസാലകൾ എന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന 2.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ 3 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉലുവാപ്പൊടിയുണ്ട്. അത് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് നമുക്ക് വേണ്ട കായവും ഒരു 1/2 ടേബിൾ സ്പൂൺ കായം. ഇതിപ്പോൾ പൊടിയായിട്ടാണ് കായത്തിൻ്റെ, ഇതിപ്പോൾ 1/2 ടീസ്പൂൺ കായമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇതിൻ്റെ ഒപ്പം ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനിയിപ്പോൾ ഗ്യാസ് നമുക്ക് ഓൺ ചെയ്യാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പൊടികൾ കരിഞ്ഞു പോകാതെ നോക്കുക, ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് മെല്ലെ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് വേറെ 2 വറുക്കാനുള്ള 2 ഇതും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ മുഴുവൻ ഉഴുന്നും കടലപ്പരിപ്പും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം. ഇതൊന്ന് ചെറിയൊരു ചൂടായതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർന്ന് ചെറുതായിട്ട് ചൂടാവണം. പക്ഷേ കരിഞ്ഞു പോകരുത്, സൂക്ഷിക്കണം. തേങ്ങയെ കുറച്ചും കൂടെ ബാക്കി മൂക്കാനുള്ള തേങ്ങയുടെയും കൂടെ മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്കിങ്ങനെ ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക്, ഒരു നല്ല പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് ഇരുമ്പ് ചട്ടിയാണ്, കരിഞ്ഞു പോവും. മസാലയും തേങ്ങയും വല്ലാതെ മൂത്ത് കരിഞ്ഞു പോവും. ഇനി നമുക്ക് അടുത്ത എന്തൊക്കെയാണ് വറുക്കാനുള്ളത് നോക്കാം. ഞാൻ ഇനി ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ ഉഴുന്നും പിന്നെ കടലപ്പരിപ്പാണ്. അതായത് ഇപ്പം ഞാൻ എടുത്ത് വച്ചിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പുമാണ്. ഇതും നമുക്ക് ആ ചട്ടിയിൽ തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി മൂത്ത് വരുന്നവരെ ചൂടാക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഫ്രൈ ചെയ്തിട്ട് കൂടത്തിയിടാം. പക്ഷേ ഇതിപ്പോൾ 2 ഡിഫറെൻറ്റ് സാധനങ്ങളായതുകൊണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ മൂത്ത് പോവുകയൊക്കെ ചെയ്യും. നമ്മളിത് ആദ്യം ചേർക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടെ സേഫാണ്. നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഇനി നമുക്ക് പാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അധികം വേണ്ട, ഇതൊന്ന് ചെറുതായിട്ട് വറുത്ത് വരാനുള്ള മതി. ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന
ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ഉഴുന്നും കടലപ്പരിപ്പും കൂടെ നമ്മൾ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. കരിഞ്ഞു പോരുത്, ബ്രൗൺ ആവുന്നവരെ. അപ്പോൾ അതേ ഇത് ചെറിയ നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. മൂത്ത് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ തേങ്ങയുടെ ഒപ്പം ഒന്ന് അരച്ചെടുക്കണം. ഇതും ജസ്റ്റ് തണുത്തതിന് ശേഷം ചെറുതായിട്ട്. നമ്മുടെ തേങ്ങ വറുത്തരച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ സാമ്പാറിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തേങ്ങ വറുത്തരച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തത് നമ്മൾ അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇതേ പുളി ഞാൻ പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ആ പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് കുറച്ച് നേരം ഒന്ന് യോജിച്ച് തിളച്ച് വരണം. തിളച്ച് ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ അതേ ഓൾമോസ്റ്റ് എല്ലാം വെന്ത് കഴിഞ്ഞു. നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ വാടി. വെണ്ടയ്ക്ക ഇനിയിപ്പോൾ ഇതിൽ കിടന്ന് കുറച്ചും കൂടെ ഒന്ന് വെന്ത് റെഡിയാവും. കറക്റ്റ് വേവായിട്ട് വരും. ഉണ്ടോ? ഇനി തിളച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് താളിക്കാം. ഇത് തിളച്ച് കഴിയട്ടെ. അപ്പോൾ നമുക്ക് താളിക്കാം. താളിക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഇട്ടു. 1 ടേബിൾ സ്പൂണ് കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്കിനി വറ്റൽമുളക്, ഒരു 4 വറ്റൽമുളകാണ് അതിനെടുത്ത് വെച്ചിരിക്കുന്നത്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. അതായത് ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി നമ്മളിതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത്. ഇതൊരു ഉണ്ടോ? ഇത് ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പ് 3/4 കപ്പ് ചെറിയ ഉള്ളി ഉണ്ട്. അത് നമ്മളിതിലേക്ക് നന്നായിട്ട് ഇട്ട് വഴറ്റുക. ഇത് വഴറ്റി അതിലേക്ക് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ സാമ്പാറിൻ്റെ രുചി നന്നായിട്ട് വരുന്നത്. വഴറ്റി ഒരു വഴണ്ട് ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി ഞാൻ ഒരു നുള്ള് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ഭംഗിക്കാണ്. അത് മുകളിലേക്ക് ഇടുമ്പോൾ ആ ഒരു ലുക്ക് കിട്ടാനാണ്. വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. പിന്നെ ഈ ചെറിയ ഉള്ളിയിൽ ഞാനൊരു ചെറിയ ഒരു തുള്ളി. അപ്പോൾ അതേ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു നുള്ള് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വഴറ്റാൻ വേണ്ടി നിങ്ങൾ സാമ്പാറിൽ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉള്ളിയിൽ കുറച്ചൊരു തുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർക്കാം. കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. അത് ലുക്കിനാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ റെഡ് കളറിൽ കാണും, ഒരു നുള്ള് മാത്രം. അതേ നമ്മൾ നമ്മുടെ ഇപ്പോൾ വഴറ്റിയെടുത്ത ഉള്ളിയും, അതായത് താളിക്കാൻ വേണ്ടി ചെയ്തത് എല്ലാം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദാണ്. സാധാരണ സാമ്പാറിനേക്കാളും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഇതിനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ബ്യൂട്ടിഫുൾ വേ മേക്ക് യുവർ ഓൺ ഓണം സീരീസിലെ 6ാമത്തെ റെസിപ്പിയാണ്. ഓക്കെ, അപ്പം എല്ലാവരും തന്നെ ഓണത്തിന് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.